ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു സോംബി ഉള്ളൊരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. വിക്കില്ലാതിരുന്നതുകൊണ്ട് ഇതുവരെ എനിക്കങ്ങനെ പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1 മന്ത് ഞാൻ ലീവായിരുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. മോർണിംഗ് 7:30 to 8:30, വീക്ക്ലി 4 ഡേയ്സാണ്. ഞാൻ 3 ഡേയ്സിനാണ് കേട്ടോ പോകുന്നത്. 4 ഡേയ്സ് ബുക്ക് ചെയ്യുന്നവരുണ്ട്, 3 ഡേയ്സ് പോകുന്നവരുണ്ട്. മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് ഞങ്ങൾ തിരിച്ചങ്ങനെ പോരുകയാണ് കേട്ടോ. കഴിഞ്ഞ് 8:30 കഴിയെങ്കിലും ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കറങ്ങി അടിച്ച് വരുമ്പോൾ എന്തായാലും ഒരു 9 മണിയാവും. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞ് ജസ്റ്റ് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ എടുത്തിട്ടുണ്ട്. കുറച്ച് എനിക്ക് പച്ചനെ തന്നെ നമുക്ക് ഒലത്തിയെടുക്കുമല്ലോ, അങ്ങനെയും ചെയ്യാം. ബാക്കി പകുതി കൂടുതൽ നമുക്ക് പഴുപ്പിച്ചും കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും പഴുത്തിട്ടില്ല കേട്ടോ. ഇത് ചെമ്പരത്തി വരിക്കാമെന്നും പറഞ്ഞിട്ടൊരു പഴുക്കുമ്പോൾ റെഡ് കളറാവുന്ന ഒരു ടൈപ്പ് ചക്കയാണ്. അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്ത് എനിക്ക് തന്നു കേട്ടോ. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2-3 ടോയ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾ കുറച്ച് ടി വിയുടെ അകത്ത് ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. എപ്പോഴും ടി വി വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുള്ളൊരു ബഹളമാണ്. ടോയ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഇട്ട് കളയുകയും ചെയ്യും. അപ്പോൾ ആൾക്കൊരു ടെൻറ്റും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അതിൽ കുറച്ച് കാറും ബോളൊക്കെ വാങ്ങിയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ടെൻറ്റും ഒക്കെ വാങ്ങി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് ചോറും കറികളൊക്കെ ബാക്കി തലേ ദിവസത്തെ ഉണ്ട്. അപ്പോൾ ലഞ്ചിന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ചക്കയുടെ കളറ് കാണുമ്പോൾ നമ്മൾ പഴുത്തു പോയെന്ന് വിചാരിക്കട്ടോ, പക്ഷെ ഒട്ടും പഴുത്തിട്ടില്ല. ഈ ടൈമിൽ തന്നെ പച്ചക്ക് തന്നെ ഒരു റെഡിഷ് കളറായിട്ടാണ് കേട്ടോ ഈ ചക്ക ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ചക്കക്കുരും അത് നന്നാക്കി അതിൻ്റെ കൂടെ തന്നെ ഒലത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാത്രിയിലത്തേക്കും കൂടി എന്തെങ്കിലും കറിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുറച്ച് മട്ടൻ ഫ്രീസറിലുണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നാളെ സോംബയ്ക്ക് ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിഷ്, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കൂടുക, അതാണ് കേട്ടോ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോൾഡ് സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചിക്കനും വേണം. അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മസാല വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണം. അതിൻ്റെ കൂടെ ചക്ക ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചക്കക്കുരു നന്നാക്കലും കുറച്ച് പണിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല, നല്ല വിശപ്പുണ്ട്. ഇതൊന്ന് ആയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കറികളൊക്കെ ഉണ്ടെങ്കിലും ചക്ക കൂട്ടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ഷമയോടുകൂടി ഇന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലേറ്റായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഹറിബറി അല്ലേ. ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ, അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ചക്കക്കുരു വേവിച്ച് അതേ വെള്ളത്തിൽ തന്നെ ചക്ക ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഒറ്റ വിസിലിന് അതും ഓഫ് ചെയ്ത് അങ്ങനെ അത് ഒലത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഹംദാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ ചോറും തലേദിവസത്തെ കറിയും കൂടി അങ്ങനെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ഹാറൂൻ ആണ് ആദ്യം വരാറ്, പക്ഷേ അവന് മൺഡേ ട്യൂസ്ഡേയും ഒരു ആഫ്റ്റർനൂൺ ആക്ടിവിറ്റി ഉണ്ട്. ഫുട്ബോളിന് ചേർന്നേക്കുന്നതുകൊണ്ട് അവൻ വരുമ്പോൾ ഒരു 4:15 ആ സമയമൊക്കെ ആവും. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൂബിക്ക് അച്ചാർ ഞാനും ഹംദാനും വേണ്ട കഴിച്ച് തീർക്കണം. അവന് ഭയങ്കര ഇഷ്ടമാണ്. പുളിയുള്ള എല്ലാം, മാങ്ങ, റൂബിക്ക് അച്ചാർ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനും ഞാനും കൂടിയാണ് അത് കഴിക്കുന്നത്. അപ്പോൾ അവൻ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ആറ് വരുന്നത്. അപ്പോൾ അവന് വരുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. 4 മണി 4:15 അപ്പോൾ അവനങ്ങനെ ഞാൻ ചോറ് അങ്ങനെ വാരി കൊടുക്കുക ചെയ്തത്. അപ്പോഴേക്കും ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും, ചതമുളക് വളരെ കുറവായിരുന്നു. അപ്പോൾ കൊല്ലമുളക് 2-3 ഞാനങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട്. കുറച്ച് ചതമുളകേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചക്ക വേവിച്ച് ചക്കയിട്ട് അങ്ങനെ ഒലത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു മിക്സ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊന്നും ഒലത്തിയെടുക്കുന്നത് കഴിക്കില്ല കേട്ടോ. ഞാനും ഇക്കായുമാണ് കഴിക്കാറ്. ഇക്കാക്ക് എന്നാലും പഴുത്ത ചക്കയാണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാനാണ് ഇത് കഴിച്ച് തീർക്കുന്ന ആളായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കും, ചോറിൻ്റെ കൂടെയും കഴിക്കും. അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ കരാട്ടേക്കൊക്കെ പോയിട്ടുണ്ട്. ഹാറൂൻ കാലുവേദന ആയതുകൊണ്ട് ഫുട്ബോൾ കഴിഞ്ഞ് ലേറ്റായിട്ടല്ലേ വന്നത്. അപ്പോൾ നാളെ പൊക്കോളാമെന്നും പറഞ്ഞ് ആളിവിടെ ഇരുന്ന് TV കാണുന്നുണ്ട് കേട്ടോ. മട്ടൻ ഐസൊക്കെ പോയി ഞാൻ വൈകിട്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കി അങ്ങനെ ഉടനെ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു തമിഴ്നാടൻ സ്റ്റൈലിൽ മട്ടൻ കുളമ്പ് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് കുറച്ച് പെരിഞ്ജീരകം, 2 ഏലക്ക, 2 പീസ് ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഇത്രയും സവാള ഇട്ട് നല്ലപോലെ വഴറ്റണം. സവാള നല്ലപോലെ മുരിയണം. ശരിക്കും ചെറിയുള്ളിയും കൂടി ആവശ്യമുണ്ട്. ചെറിയുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് സവാള തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. അങ്ങനെ അതൊക്കെ ഇട്ട് വഴറ്റി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 7:30-8 മണി സമയമൊക്കെ ആയി. അപ്പോൾ ചക്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചക്കയും എടുത്ത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു എരിവ് കുറഞ്ഞു പോയി. ബാക്കിയെല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ചായയുടെ കൂടെ തന്നെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ചോറിൻ്റെ കൂട്ടിനേക്കായും വെറുതെ വൈകിട്ട് ഇങ്ങനെ സ്നാക്സായിട്ട് കഴിക്കുമ്പോഴാണ് ചക്ക ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞാൻ പിന്നെയും ചട്ടി ഓൺ ചെയ്ത് അതിലേക്ക് ചെറിയൊരു പീസ് തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഇട്ട് മട്ടനും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് തൈരും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മട്ടൻ കുളമ്പിൽ അങ്ങനെയാണ്, തൈര് ആഡ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് തിളച്ച വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയുള്ളി മാത്രമാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. പിന്നെ ലാസ്റ്റ് മല്ലിയിലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അതാണ് മട്ടൻ കുളമ്പ്. ശരിക്കും തമിഴ്നാട് സ്റ്റൈൽ അങ്ങനെയാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പ്രത്യേക ഒരു കളറുമായിരുന്നു കേട്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാറൂന് 2 പേർക്കും മദ്രസയിലും സ്കൂളിലും ഒരുമിച്ചാണ് എക്സാം വരുന്നത്. അങ്ങനെ മദ്രസയിൽ കുറച്ച് പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ നാളത്തേക്ക് ടീ പാർട്ടിക്കുള്ള സാലഡിനുള്ള വെജിറ്റബിൾസും അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹാസിമിനെ പോയി നോക്കണമല്ലോ. അപ്പോൾ ആളെ പോയി നോക്കിയപ്പോൾ ആൾ അവിടെ ബെഡിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെൻറ്റിൻ്റെ അകത്ത് വിരിക്കാൻ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ഒരു ബ്ലാങ്കറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കെട്ടിപ്പിടിച്ച് മൂപ്പര് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു റൂമിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ഇവിടെ കയറി ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. ഇപ്പോൾ അതുമ്മേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ മൂപ്പരെ പോയൊന്ന് കണ്ടൊന്ന് കളിപ്പിച്ച് അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ മട്ടൻ ജസ്റ്റ് ആവിയൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുള്ള നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും മട്ടൻ കറിയാണ് കുട്ടികൾക്ക് കൊടുത്തത്. അവയ്ക്ക് ചക്കയൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആൾക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 9 മണിയായപ്പോൾ ആൾ പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ചക്കയും മട്ടൻ കറിയും ഇരുമ്പുളി അച്ചാറൊക്കെ കൂട്ടി അങ്ങനെ ചോറ് കഴിച്ചു. കുട്ടികളൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ഞാൻ കാണാതെ പോയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇത് വാഴയില, ഉണങ്ങിയ വാഴയില ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നൂല് വെച്ച് കെട്ടിയേക്കാണ്. അപ്പോൾ കാരണം വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇത് ലക്ഷദ്വീപ് അലുവയാണെന്ന് പറഞ്ഞത് കേട്ടോ. ശർക്കരയും തേങ്ങയും മാത്രമേ ഉള്ളൂ. നല്ല സ്വീറ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നതും കാണുന്നതൊക്കെ. അതിൻ്റെ പാക്കിങ്ങാണ് ഒരു രക്ഷയില്ലാത്ത, അടിപൊളിയായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ 2 എടുത്ത് കഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സ് അങ്ങനെ പാക്ക് ചെയ്യാണ്. കുറച്ച് സാലഡിലേക്ക് വേണ്ടിയിട്ട് പാസ്ത വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാസ്തയിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചതും പാലും ക്രീമും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർക്ക് മെയിൻ ഫുഡ് കൊടുത്തത്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിഠായി, എള്ളുണ്ട അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ പറയൂട്ടെ എനിക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞനുസരിച്ച് ഓരോരുത്തരുടെയും ബോക്സുകളിലേക്ക് അവർ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ വെക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് ബ്രെഡും അതിൻ്റെ അകത്തേക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് അങ്ങനെ അത് മിക്സ് ചെയ്താൽ കൊടുത്തത് കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്ത് പിള്ളേരെ വിടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് ഉടനെ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ എനിക്കും ഇറങ്ങണമല്ലോ.
കോൾഡ് സാലഡിലേക്ക് ആപ്പിൾ തലേദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളറും മാറും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഭയങ്കര സോഫ്റ്റ് ആപ്പിളായിരുന്നു കേട്ടോ. സാലഡിലേക്ക് നല്ല ഹാർഡായിട്ടുള്ള ആപ്പിൾ തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ രാത്രി വന്നപ്പോൾ ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൾ വന്നപ്പോൾ ഞാനങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് നല്ല ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിള്ളേർ പോയ ഉടനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ രാത്രി കട്ട് ചെയ്ത് വെച്ച ആപ്പിളും ക്യാരറ്റും ക്യാപ്സിക്കവും ആപ്പിളും എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു ഡ്രസ്സിങ് റെഡിയാക്കണം. അതിന് തൈര് നമ്മൾ തലേദിവസം തന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ തൈരിലേക്ക് കുറച്ച് തഹീനി സോസും കുറച്ച് തൈരും കുറച്ച് പെപ്പർ, സോൾട്ട്, ഷുഗർ, കുറച്ച് ഹണി, ഒലിവ് ഓയിൽ ഇത്ര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് കെച്ചപ്പും മയോണൈസും. കെച്ചപ്പ് വളരെ കുറച്ച് മതി. ഏറ്റവും കൂടുതൽ വേണ്ടത് തൈരാണ് കേട്ടോ. അതിൻ്റെ കുറച്ചൊരു പോർഷൻ മയോണൈസ്, അതിൻ്റെയും കുറച്ച് കുറവ് തഹീനി സോസ്. അങ്ങനെയാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷുഗറും സോൾട്ടും എല്ലാം നല്ല ബാലൻസ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജീസും ഫ്രൂട്ട്സും ചിക്കനും പാസ്തയും എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് ഒലീവ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി കോൾഡ് സാലഡ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആണെന്ന് വെച്ചാൽ ഒരു ഹാഫ് ഹെൽത്തി ആണല്ലോ. മയണൈസ് ഒക്കെ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ബാക്കിയെല്ലാം നല്ല ഹെൽത്തി തന്നെയാണല്ലോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇന്ന് സൽവാറൊക്കെ ഇട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളല്ലെങ്കിൽ സുംബ ചെയ്യുന്ന ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ പോവാറ്. പിന്നെ പാർട്ടിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ എല്ലാവരുടെയും ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാൻഡ്വിച്ചുകൾ, സാലഡുകൾ, അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ഹെൽത്തി അല്ലെങ്കിലും ഒരു ഹാഫ് ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മ്യൂസിക്കൽ ചെയറാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൈസ് കിട്ടണത് നമുക്ക് 22 ക്യാരറ്റ് ഗോൾഡാണെന്നൊക്കെ നമ്മുടെ ട്രെയിനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അയ്യോ ഗോൾഡാണോ? അപ്പോൾ ലാസ്റ്റ് മിഥിലാന്ന് പറഞ്ഞിട്ട് ആ ഒരു യെല്ലോ സൽവാർ ഇട്ട് അവൾക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് നോക്കി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ക്യാരറ്റിൻ്റെ ഒരു മാല കൊണ്ടുവന്നിട്ട് ഷാരോൺ ഞങ്ങളെ പറ്റിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഫണ്ണിയായി പോയിട്ടാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അവൾക്ക് ഗോൾഡ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു. അടുത്തതൊരു ഫുഡ് ചലഞ്ച് ആയിരുന്നു കേട്ടോ. ഫുഡ് ചലഞ്ചിൽ സുഷമയ്ക്കാണ് കിട്ടിയത്. സെൻറ്ററിൽ നിൽക്കുന്ന ആൾ, അവൾ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ അവളോട് ട്യൂസ്ഡേ പേയ്മെൻ്റ് ഇല്ലാതെ നെക്സ്റ്റ് മന്ത് വന്ന് ജോയിൻ ചെയ്യാം, അങ്ങനെയുള്ളൊരു ഗിഫ്റ്റാണ് അവൾക്ക് കിട്ടിയത്. ഈ 2 ഗെയിംസും കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ഒരുപാട് പാസ്ത, സാലഡ്, സാൻഡ്വിച്ചുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ റെസിപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെയും 2-3 ഫൺ ഗെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിൻ ചെയ്ത ആളുകൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇത് സ്നേഹ, ഇത് തസീബ, അവർ 2 പേരാണ് വിൻ ചെയ്തത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം ബോറാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 10 മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ബാക്കി ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും പാക്ക് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിക്കാക്കുള്ളത് ഞാനിങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇലയുടെ ഉണ്ടായിരുന്നു, ടാക്കോസ്, മോമോസ്, പാവ് ഭാജി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫൺ ഡേ തന്നെയായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. അപ്പോൾ കോൾഡ് സാലഡ് ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.